ബട്ടൺസ് ഒക്കെ ഷർട്ടിന്റെ പോയ സാധാരണ എന്ത് ചെയ്യും? തയ്ക്കാൻ ചെറിയൊരു കീറൽ വന്നാൽ തയ്ക്കാൻ. ഇതൊക്കെ നമ്മളിന്ന് പഠിക്കണേ. ഇവിടെ ഇത്രയും വച്ച് ഇവിടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തോ. ണോ ഇത് ഇളകി പുറത്ത് വരും വീണ്ടും മറ്റേ സൈഡിൽ കൂടെ. അപ്പൊ എന്ത് ചെയ്യണം? നോട്ട് ഇടണം. ട്വിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ വലിക്കുന്നില്ലേ? ഇങ്ങനെ വലിക്കുമ്പോൾ നോട്ടായി. കുറച്ചും കൂടെ ട്വിസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഇങ്ങനെ. ഇനി ഇങ്ങനെ ഈ ഡയഗണൽ, ഓപ്പോസിറ്റ് ഡയഗണൽ. ഇത് രണ്ടു തവണ ചെയ്താൽ മതി. ലെങ് വെയിറ്റ് എല്ലാവരും ചെയ്യട്ടെ. ദൂരി വരും. നോട്ട് എടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞത് അതൊക്കെ എടുത്ത് സൂചി പുറത്തൂടെ ചെയ്തോ? സെന്ററിലോട്ട് ചെയ്ത് ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ സെന്റർ ചെയ്യാം. ടൈറ്റ് ചെയ്യുക. ഡയഗണൽ ഫിക്സ് ചെയ്യുക. ഷഹാൻ, ഇവിടുന്ന് അങ്ങോട്ട് ചെയ്താൽ ഇപ്പൊ ഞാൻ പുറത്തിടുന്ന ഡ്രസ്സാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചെയ്താൽ ഈ നോട്ട് ഡ്രസ്സിന്റെ വെളിയിൽ വരും. അങ്ങനെ വരത്തില്ല. നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് ചെയ്താൽ നോട്ടുള്ളിൽ വരുള്ളൂ. വേറെ ആ ക്ലോത്തിന്റെ ലെങ്ത് മെഷർ ചെയ്യുക. ഇഞ്ചിൽ മെഷർ ചെയ്യണേ. ഇഞ്ചിൽ ക്ലോസ്ഡ് എൻഡിൽ നെക്ക് വരയ്ക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഓപ്പൺ എൻഡ് അല്ലേ. എനിക്കിപ്പോ 5.5 ആണ് വരണേ. നിങ്ങളുടെ നെക്ക് മെഷർ ചെയ്യാം. അവിടെ എല്ലാം എടുത്താൽ മതി. അപ്പൊ 6-8 കൂടുതൽ വരില്ല. 30 ആയിട്ട് എടുത്തോ, അല്ല 30 എടുത്തോ. 30ന്റെ കണ്ടോ? തയ്യൽ കണ്ടോ? ഇത് കണ്ടോ? ഇനി ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇങ്ങനെയല്ലേ നമുക്ക് കട്ട് ചെയ്യണ്ടേ? ഇങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോൾ കുറച്ചും കൂടെ കൂടും. ആ നോക്കിക്കേ, ഇങ്ങനെ എടുത്തില്ലേ നിങ്ങളുടെ പീസ്? ആ ഏകദേശം അത്ര എടുത്തോ. ഇപ്പൊ എത്രയാ? സ്കെയിലിൽ എത്ര സെന്റിമീറ്റർ ഉണ്ട്? ഇനി ചെയ്യണ്ട, അത് മടക്കി തയ്ക്കാം. നോക്കി രണ്ടുപേരും നോക്കിക്കോണേ. നോട്ട് അതെന്താ? വീണ്ടും പുറത്തേക്ക് വരിക. അങ്ങനെ അങ്ങനെ എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കി തയ്ക്കേണ്ടി വരും. അതിനേക്കാളും ഒരുമിച്ച് രണ്ട് മടക്കുന്നതിന് എളുപ്പം. പക്ഷെ ലേറ്റായി പോയി. ഇനി എന്ത് ചെയ്യും? കൈ തിരിച്ചിരി വേണ്ടേ? ഇവിടെ ഈ ചുമപ്പാണ് കിടക്കണം. ചോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡബിളാണ് ഈ ചോപ്പ്. കണ്ടോ? റെഡിൽ വന്നു. എന്നിട്ട് ഡി എന്ന് പറഞ്ഞാൽ എത്രാമത്തെയാണ്? ഇതില് ഡി കണ്ടോ? കണ്ടോ ഡിസൈൻ ഉണ്ടോ?